ഹായ് ഇറ്റ്സ് മീ ഋഷുരാം. നമ്മളുണ്ടായിരുന്ന ഇപ്പം യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇത് നമ്മുടെ ഈ പേജിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. നമ്മൾ പൊതുവെ ഞാനും എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ IT ടെക്നീഷ്യൻസാണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ക്ലയൻസിന് കൊടുക്കേണ്ട ഒരു പ്രിൻ്റ് എടുക്കാനുള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ രാവിലെ എല്ലാം റെഡിയായി സെറ്റായി നമുക്ക് വരേണ്ട കൊറിയർ ലേറ്റായി. അതുകൊണ്ട് നമ്മുടെ ബോസ് പറഞ്ഞു ഇന്ന് തന്നെ പോയി അത് പിക്ക് ചെയ്യണം. എങ്ങനെ നമ്മൾ രാവിലെ നമുക്ക് കൊല്ലത്ത് രണ്ടാമത്തെ പോകുന്നത്. സോ രാവിലെ തന്നെ എല്ലാം പ്രിപ്പയർ ആയത്. ഇപ്പോഴത്തെ ചൂടറിയാലോ, നല്ല ചൂടാണ്. പിന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ബൈക്കിൽ രക്ഷയില്ല. അപ്പം അങ്ങനെ നമ്മളുടെ ഓൺ ഗോയിങ്ങിലാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പേരാണെന്നാണ്. അപ്പം ഓൺ ഗോയിങ്ങിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പുള്ളിച്ചേട്ടൻ വരുന്നുണ്ട്. വിളിച്ചാൽ നമുക്ക് പോകേണ്ടത് രണ്ടാം കുട്ടിയിലാണ്. രണ്ടാം കുട്ടി പോയിട്ട് വേണം നമുക്ക് പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്ത് ഇതാണ് പ്രിന്റർ ഇത്രയും പിക്ക് ചെയ്യാനാണ് പോയത്. വരുന്ന വീക്ക് ഞങ്ങൾ റിഫ്രഷിങ് എന്ന് പറയുന്ന ഒരു കൂൾ ഹബ് നമ്മുടെ താമരശ്ശേരിയിലാണ് കട. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള സ്ഥലം. ഇപ്പോഴത്തെ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ രണ്ട് അബൽ മിൽക്കാണ് പറഞ്ഞത്. അത്യാവശ്യം ഒരു ചേച്ചിയും ചേട്ടനും കൂടെ നടക്കുന്ന കടയാണ്. ഇച്ചിരി വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയും അകത്ത് സൈഡിലായിട്ട് നമുക്ക് ഐറ്റംസിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞ അബൽ മിൽക്ക് ഇട്ടിരിക്കുന്ന ഗ്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു അബൽ മിൽക്കിന് 70 രൂപയാണ് റേറ്റ്. അപ്പോൾ 10 നമുക്ക് ഐസ്ക്രീംസും എല്ലാം കൂടെ ഇട്ടാണ്. നല്ല ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കുടിക്കാൻ തന്നെ പാടാണ്. കുടിച്ച് കഴിഞ്ഞാൽ കുടിക്കണോ കളയണോ എന്നുള്ള അവസ്ഥയിലാണ്. ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തന്നെ ഞങ്ങൾ ക്ലയൻസിൻ്റെ അടുത്ത് വന്നു. അവിടെ ഓപ്ഷൻ്റെ കൊണ്ടുവന്ന് പ്രിൻ്റർ നമ്മൾ പൊട്ടിച്ചുകൊണ്ട് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വന്നിട്ട് എപ്സൻ്റെ പ്രിൻ്ററാണ്. എക്കോ സ്കാൻ എന്ന് പറയുന്ന പ്രിൻ്റർ. ഇത് വന്നിട്ട് ഡ്യൂപ്ലക്സ് ഉണ്ടെന്ന് മീൻസ് രണ്ട് സൈഡ് നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. സ്കാനറില്ല, സിംഗിൾ കളറാണ്, ബ്ലാക്ക് ആണ്. പിന്നെ പൊട്ടിച്ച് അതിൻ്റെ കാറ്റലോഗ്സും കാര്യങ്ങളും. ഈ എപ്സൻ്റെ പ്രിൻ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് യൂസ് ചെയ്യാനും. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ മെയിൻ്റെനൻസ് അതിൽ തന്നെ കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോർസിന് ഓപ്പൺ ആവാതിരിക്കും. കാര്യം കുറേ ടൈമിലൊക്കെ ഡോർസിന് ഓപ്പൺ ആവാതിരിക്കാനുള്ള സ്റ്റിക്കേഴ്സാണ് അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പം ഒരു പ്രിൻ്റർ കിട്ടുന്ന സമയത്ത് നമ്മൾ തന്നെ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ഉറപ്പ് വരുത്തും. ഇവിടെയാണ് അതിൻ്റെ പിങ്ക് ടാങ്ക് വരുന്നത്. സിംഗിൾ കളറാണ്. ജസ്റ്റ് ആ ബോട്ടിൽ പൊട്ടിച്ചിട്ട് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി. അതിൻ്റെതായ ഒരു ഡിസൈനിങ് ഉണ്ട്. ജസ്റ്റ് ബോട്ടിൽ താഴോട്ട് വെച്ചാൽ മതി, ഇങ്ക് ഫിൽ ആയിക്കോളും. അതിനുശേഷം ഇങ്കെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അതിൻ്റെ എപ്സൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇങ്കെല്ലാം ഫില്ലാകുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ക് ചാർജ് ആയി തുടങ്ങും. ചാർജ് ആയതിനു ശേഷം പ്രിന്റ് വെച്ചതിൻ്റെ ഔട്ട്പുട്ടാണിത്. എപ്സൻ്റെ പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ സൈഡ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഫാസ്റ്റാണ് ഡബിൾ സൈഡ്. അതേപോലെ തന്നെ തൊട്ട് താഴെ ട്രേയിലുണ്ട്. നമുക്ക് മേളിലും വെക്കാം, താഴെ പേപ്പർ യൂസ് ചെയ്യാം. പുള്ളി ഇവിടെ ഒരു ചെറിയൊരു പ്രസ് യൂണിറ്റ് എടുക്കുക. അതിൻ്റെ പുള്ളിയാണ് നമുക്ക് ഈ ഒരു പ്രിൻ്റർ ഓർഡർ തന്നത്. പുള്ളിയുടെ ഒരു വലിയൊരു എപ്സൻ്റെ പ്രിൻ്റർ ഉണ്ടായിരുന്നു. ഡാമേജ് ആയതിൻ്റെ പേരിലാണ്. ഹെഡ് മാറാൻ തന്നെ ഒരു 7 ലക്ഷം രൂപയാവും. സോ പുള്ളി പെട്ടെന്നൊരു ഇതിന് വേണ്ടി ഇന്ന് തന്നെ പുള്ളിക്ക് ഒരു 5000 പ്രിന്റേഴ്സ് എടുക്കണം. അങ്ങനെ പുള്ളി ഓർഡർ ചെയ്തതാണ്. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത ഇതിൽ തന്നെ നടത്താം.